MLA ആയിരുന്ന ശബരിനാഥൻ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുഴം മുൻപേ എറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. ശബരിനാഥാണ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി. MLA ആയിരുന്ന ശബരിനാഥിനെ രംഗത്തിറക്കിക്കൊണ്ട് കോൺഗ്രസ് ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയതെന്ന് ഒരു വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ MLA ആയിരുന്നപ്പോൾ കൗൺസിലർ ആവാൻ മത്സരിക്കുന്നതിനെ പരിഹസിക്കുന്നവരുമുണ്ട്. എന്നാൽ ശബരിനാഥൻ മാത്രമല്ല ഈ തരത്തിൽ ജനവിധി തേടാൻ ഇറങ്ങിയിട്ടുള്ളത്. ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച് കയറിയ ആളാണ് S. ശിവരാമൻ. 1993 ഉപതെരഞ്ഞെടുപ്പിലാണ് ശിവരാമൻ വിജയിച്ചത്. എന്നാൽ 2000 ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിലേക്ക് ശിവരാമൻ മത്സരിച്ച് വിജയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തു. പിന്നീട് കോൺഗ്രസിലേക്ക് പോയ ശിവരാമൻ CPM-ലേക്ക് മടങ്ങിയെത്തിയതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലേക്കാണ് മത്സരിച്ചത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തു. മറ്റൊന്ന്, കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന R. ബാലകൃഷ്ണപിള്ള 1964 മുതൽ 1987 വരെ 23 വർഷക്കാലം ഇടമുളയ്ക്കൽ പഞ്ചായത്തിന്റെയും 1987 മുതൽ 95 വരെ 8 വർഷക്കാലം കൊട്ടാരക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്നു. 75-ൽ ഒരു സമയം MP-യും മന്ത്രിയും പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ച റെക്കോർഡും പിള്ളയ്ക്കുണ്ട്. മന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന MT പത്മ കോഴിക്കോട് കോർപ്പറേഷനിൽ കൗൺസിലറായി പ്രതിപക്ഷത്തെ നയിച്ചു. നിയമസഭയിലേക്ക് ജയിക്കുന്നതിനേക്കാൾ കഠിനമാണ് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തദ്ദേശ വാർഡ് പിടിക്കുക എന്നത്. നിലമ്പൂരിൽ നിന്ന് MLA-യും രാജ്യസഭാംഗവുമായി C. ഹരിദാസും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ ഇറങ്ങിയിട്ടുണ്ട്. 2000 മുതൽ 2005 വരെ പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് നേതാവായ C. ഹരിദാസ്. ലോക്സഭാ സ്ഥാനാർത്ഥിയായതിനു ശേഷം പഞ്ചായത്തിലേക്ക് മത്സരിച്ചയാളാണ് CPM നേതാവായ MP ഫൈസൽ. 2017-ൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്നു ഫൈസൽ. അന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ഫൈസൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നായിരുന്നു വിജയം. അതിനുശേഷം 2020-ൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ വട്ടംകുളം പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഫൈസൽ ജനവിധി തേടി. അതേസമയം തന്നെ കോർപ്പറേഷനിലേക്കുള്ള മത്സരം സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ് ശബരി ചെയ്തിരിക്കുന്നത്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ സമ്മതം മൂളിയത് വ്യക്തിപരമായ കാര്യങ്ങൾ പരിഗണിച്ചായിരുന്നില്ല എന്നും, പക്ഷേ കോൺഗ്രസ് പാർട്ടിയോടുള്ള വൈകാരിക ബന്ധവും അതിനോടൊപ്പം തന്നെ തന്റെ സ്വന്തം നാടിനു വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള അതിയായ ആഗ്രഹവുമായിരുന്നുവെന്നും, പിന്നീട് 11 വർഷങ്ങൾക്ക് ശേഷം സംഘടനാ പ്രവർത്തനത്തിന്റെയും പാർലമെന്ററി പരിചയത്തിന്റെയും അനുഭവ സമ്പത്തോടെ നിൽക്കുമ്പോൾ ഈ ഘട്ടത്തിൽ പാർട്ടി ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുകയാണെന്നുമാണ് ശബരിനാഥ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. K. മുരളീധരനാണ് UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. നാളെയോടെ 100-ാം വാർഡിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ലീഗ്, RSP എന്നീ ഘടക കക്ഷികളുമായുള്ള ചർച്ചകളാണ് ഇനി പൂർത്തിയാകാനുള്ളത്.